എക്സാം ആയതുകൊണ്ട് തന്നെ ഇതും ഒരു മണിയായപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവൾ വരുമ്പോഴേക്കും രാവിലത്തെ നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെയിൻ പരിപാടികളൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ. കുറച്ച് നേരം മക്കളൊക്കെ സംസാരിച്ചിരുന്ന ഒരു 4-4:30 കൂടിയാണ് കേട്ടോ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുള്ളത്. നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പുട്ടും മീൻകറിയാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം പുട്ടും മീൻകറി ഉണ്ടാക്കിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം, മക്കൾക്കൊക്കെ ഭയങ്കര ഹാപ്പി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നോമ്പ് വന്നാരെ പുട്ടുണ്ടാക്കിയിട്ടേ ഇല്ലല്ലോ. ഇന്ന് നല്ല നാടൻ ആലുമിനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പുട്ടൊക്കെ ഉണ്ടാക്കാൻ ഒരു കൊതി തോന്നിയത്. കാരണം പുട്ടും മീൻകറി എന്ന് പറയുന്നത് വല്ലാത്തൊരു കോമ്പിനേഷൻ ആണല്ലോ. അങ്ങനെ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ചെടുത്തിട്ട് മസാലയൊക്കെ തേച്ച് പൊരിക്കാനും മാറ്റി വെച്ച്, കുറച്ചെടുത്തിട്ട് മുളകിടാനും മാറ്റി വെച്ചിട്ടോ. പിന്നത്തെ അടുത്ത പരിപാടി എന്താ, പുട്ടുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്, ഇച്ചിരി ഉപ്പിടാം, പിന്നെ കുറേശ്ശെ വെള്ളം കുറേശ്ശെയായിട്ട് കുറഞ്ഞെടുത്തിട്ട് നമുക്ക് നന്നാക്കി മൺപിടിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ കൂടി ചിരണ്ടി എടുക്കണം. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹം കേട്ടോ, നമുക്ക് ഈ ഒരു ചിരട്ട പുട്ടില്ലേ അത് ഉണ്ടാക്കാമെന്ന്. നമ്മൾ നോമ്പിൻ്റെ പണികളൊക്കെ ഉണ്ടായിരുന്ന തട്ടിക്കൊട്ടിൽ പരിപാടികൾ കയറിയപ്പോൾ കുറേ കാലമായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അതിങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഐഡിയ, അതിലുണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഇതാ എൻ്റെ ഒരു പെട്ടെന്നുണ്ടായ ആഗ്രഹം കൊണ്ട് അതിലാണ് ചിരട്ടപ്പുട്ടിലാണ് ഞാൻ ആ ഒരു ആകൃതിയിലാണ് നമ്മൾ പുട്ട് ചുട്ടെടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട്. അതങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് മീൻ മുളകിടാം. അപ്പോൾ ഞാൻ പുളി ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു ചട്ടി വരച്ചു, പരന്നൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണയൊക്കെ പറന്നു, ഉലുവ കടുക് പൊട്ടിച്ച്, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് കുനുകുനാ അരിഞ്ഞ് വെച്ച് വെള്ളുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു, പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു, മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ പുളിവെള്ളമൊക്കെ പാർന്ന് മിക്സാക്കി കുരുമുളക് പൊടിയും ഉപ്പും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ട് അവിടെ പിന്നെ ഓൾറെഡി അങ്ങ് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആയിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് എന്താണെന്നൊക്കെ നമ്മുടെ വലിയ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് കയറി നോക്കി കണ്ടു നോക്കാം. ഇന്ന് രാവിലെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അത് മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ച് അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായി വറുത്ത് വെച്ച് നമുക്ക് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴേക്കും എല്ലാ പണികളും ഞാൻ തീർക്കാറുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായി, നമ്മൾ പുട്ടാണല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടിച്ച് ഇങ്ങനെ നിന്നതാണ്. പക്ഷേ ഇന്ന് 6:30 ആയിന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ മേശപ്പുറത്ത് ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പി വെച്ചപ്പെട്ടു. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ഒന്ന് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്ര അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫുഡ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.